സർ, ശബരിമല വിഷയത്തിൽ ജയറാമിന്റെ റോൾ എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിലുള്ള ബന്ധം എന്താണ്? ജയറാമിന്റെ സ്വത്തുക്കൾ അന്വേഷിക്കാൻ SIT ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. മാത്രമല്ല ജയറാമിന്റെ വിദേശയാത്രകൾ, കാരണം ചെന്നൈയിൽ നിന്ന് എത്തിച്ച സ്വർണം ഉരുക്കി വിദേശത്തേക്ക് കടത്തിയെന്നാണ് പറയുന്നത്. ആ സമയത്ത് ജയറാം വിദേശത്ത് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജയറാമിന് ഇതുമായി ബന്ധമുണ്ട്. ഈശ്വര വിശ്വാസത്തിന്റെ മറവിൽ ജയറാം ഇത്തരം ചില കാര്യങ്ങൾക്ക്, മഹാപരാധം നടത്തുന്ന ചില കാര്യങ്ങൾക്ക് കൂട്ടുനിന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത്. സാറിന് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? ജയറാം ഇതിൽ പങ്കാളിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ജയറാമിനെ സംശയിക്കണം. അതിന് തക്ക പഴുതുകളുണ്ട് ഈ കേസിൽ. ജയറാം, നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പാളികളുമായിട്ട് ചെന്നപ്പോൾ ആ പാളികൾ ആരാധിച്ചു തൊഴാനായിട്ട് ഷൂട്ടിംഗ് നിർത്തിവെച്ച് സൈറ്റിൽ നിന്ന് പാഞ്ഞു ചെന്നു. കിട്ടാവുന്ന ആളുകളെയും കൂട്ടി 100-200 പേരുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ ആളെ കൂട്ടി അവിടെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നതിൽ, ആരവം എന്ന് പറയും, ആരവം ഉണ്ടാക്കുന്നതിൽ വലിയ ഉത്സാഹം കാണിച്ചു ജയറാം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനായിരുന്നു? ഈ ജയറാം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ അല്ല, സ്വാധ്യായം ചെയ്തിട്ടുള്ള ആൾ. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ വെറും അധ്യായം അല്ലത്. വേദങ്ങളും അതുപോലെ ഉപനിഷത്തുകളും പഠിച്ച് തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഹൃദിസ്ഥമാക്കിയ വ്യക്തിയാണ്. തമിഴ് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണ്. പെരുമ്പാവൂർക്കാരനാണ്, അറിയാമല്ലോ. മലയാറ്റൂർ രാമകൃഷ്ണന്റെ അതേ പിന്തുടർച്ച അവകാശപ്പെടാവുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചെമ്പുപാളികളുമായിട്ടൊരു പോറ്റി ഈശാന്തിയുടെ ഒരു പരികർമ്മി ചെന്നു കഴിഞ്ഞാൽ ഉടനെ അതിലെ അങ്ങ് വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ താന്ത്രികവും മാന്ത്രികവുമായിട്ടുള്ള ധർമ്മം അദ്ദേഹം പുലർത്തിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം യുക്തിസഹമായി തന്നെ ഉയർത്തേണ്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇങ്ങനെ ചെന്നിട്ട് അതിനെ തൊഴുതുന്നു, ഉടനെ പരമഭക്തനായിട്ട്, വിദ്യാഭ്യാസമില്ലാത്ത ആളല്ല, പൊതു സമൂഹത്തിൽ പൊതുമണ്ഡലത്തിൽ തൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനമുള്ള ആളാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തി ഇത് ചെന്ന് തൊഴുക എന്ന് മാത്രമല്ല, എവിഡൻഷ്യലി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ഇതേ മാതൃകയിൽ ഒരു പാളിയുണ്ടെന്നും പറയുന്നു. അപ്പോൾ മോഹൻലാൽ ആനക്കൊമ്പ് വാങ്ങിച്ച് തൻ്റെ വീടിൻ്റെ വാതിലുകൾ അലങ്കരിച്ചതുപോലെ, അല്ലെങ്കിൽ സ്വീകരണ മുറി അലങ്കരിച്ചതുപോലെ തൻ്റെ വീട് ശബരിമലയിലെ പാളികൾ കൊണ്ട് അദ്ദേഹം അലങ്കരിച്ചിരിക്കുന്നു എന്നൊരു സംശയം നമ്മളെ ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെ സമാനമായ രീതിയിൽ അങ്ങനെ ആരെങ്കിലും അലങ്കരിക്കാറുണ്ടോ? ശബരിമലയ്ക്ക് തുല്യമായിട്ട് തൻ്റെ വീട് ആരെങ്കിലും അലങ്കരിക്കാറുണ്ടോ? അതെന്ത് പോഴത്തമാണ്. പ്രത്യേകിച്ചും നമ്മളൊക്കെ വെറും അസ്മാദികൾ, വെറും സാധാരണക്കാർ മാത്രം. ജയറാമിനെ പോലെ ഒരു ഉന്നത ജാതിയിൽ ജനിച്ച ഒരാൾ, ഈശ്വരനുമായിട്ട് അടുത്തു നിന്നു എന്ന് നമ്മൾ കരുതുന്ന ഒരു ജാതിയിൽ പിറന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൽ യുക്തിയില്ല. അവരുടെ സമുദായം അനുവർത്തിച്ചു വരുന്ന ഒരു സമ്പ്രദായ പ്രകാരമല്ലാതെ ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല, ജയറാം ധാരാളം വിദേശ സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലേല മാർക്കറ്റുകളുണ്ടല്ലോ ലണ്ടനിൽ, ആ ലണ്ടൻ ലേല മാർക്കറ്റിൽ കഴിഞ്ഞ ഒരു ദിവസം അവിടെ ഒരു സാധനം വിറ്റഴിഞ്ഞ്, ആരുടെയോ ഒരു സിഗരറ്റോ മറ്റോ വിറ്റഴിഞ്ഞ് $22.09 കോടി ലേല മാർക്കറ്റുകളിൽ കോട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ള ലേല മാർക്കറ്റിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ള ആന്റി കടത്ത് കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്ന സമയമാണിത്. ഇതുപോലെയുള്ള ആർട്ടിഫാക്ട്സുകൾ വിദേശത്ത് കടത്തിക്കൊണ്ടുപോയത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. മയൂര സിംഹാസനം ഇവിടെ വേണം, തിരിച്ചു വേണമെന്ന് നമ്മൾ ബ്രിട്ടനോട് പലതവണ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥിതി, കോഹിനൂർ രത്നം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ തീവ്രമായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ദക്ഷിണാത്യനായിട്ടുള്ള ഒരേ ഒരു ദൈവത്തിൻ്റെ പരിപാവനമായിട്ടുള്ള സന്നിധിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ അടിച്ചു മാറ്റിയ ഒരു ശൃംഖലയുണ്ട്. അത് ദേവസ്വം മന്ത്രിയുണ്ട്, അതിന് താഴെ ദേവസ്വം ബോർഡുണ്ട്, അതിനിടയ്ക്ക് സ്പോൺസർ എന്നുള്ള വ്യാജനാമത്തിൽ ഈ പരികർമ്മിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റിയെടുത്തെന്ന് ഇപ്പം തെളിയിച്ചിട്ടുള്ള, പെട്ടെന്ന് അറസ്റ്റിന് മുമ്പായിട്ട് റബ്ബർ തോട്ടങ്ങൾ വിറ്റഴിച്ച പത്മകുമാർ എന്ന് പറയുന്ന CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായ പത്മകുമാറുണ്ട്. പത്മകുമാറിനെ പോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കടകംപള്ളിയിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച N വാസു ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ചില ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. അങ്ങനെ വലിയൊരു കണ്ണിയുടെ ഭാഗമായി ജയറാമും ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം പ്രബലമാണ്.
നമ്മൾ മാത്രമല്ല ഇത് സംശയിക്കുന്ന SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അവിടെ ചർച്ച വന്നു. ഇവരെല്ലാ ദിവസവും മീറ്റിംഗ് കൂടും. ആ ചർച്ചയിൽ വന്നത് ചിലർ ജയറാമിന്റെ ആരാധകരായിരുന്നു അവിടെയും. ആ ആരാധകന്മാർ പറഞ്ഞത് വേണ്ട, നമ്മളിപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. അല്ലാത്തവർ പറഞ്ഞു ലോജിക്കലായിട്ടും യുക്തിഭദ്രമായിട്ടും മുഖം നോക്കാതെയും ഈ കേസിനെ പിന്തുടരുന്ന ആൾക്കാർ പറഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. പ്രബലമായ ഒരു കണ്ണിയാണ് അദ്ദേഹത്തിന്റെ മൊഴികൾ ഈ കേസുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് സാക്ഷിയാക്കും എന്നും പറയുന്നുണ്ട്. എന്നായിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇതൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ എല്ലാം തുറന്നു പറയണം. തുറന്നു പറയണം. പകുതി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. വിദേശത്ത് പോയതുമായിട്ടുള്ള ബന്ധം ഇതുവരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. വിദേശത്ത് പോയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എന്തെങ്കിലും ബന്ധം സ്ഥാപിച്ചിരുന്നു? വിദേശ മാർക്കറ്റുകളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ വിശ്വസിക്കുന്നില്ല ജയറാം ഒരു വിശ്വാസിയാണെങ്കിൽ അങ്ങനെ ഒരു ചതി ശബരിമലയോട് ചെയ്യുമെങ്കിൽ. എന്റെ ഇപ്പോഴുള്ള ചോദ്യം, സാർ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കണേ, ഞാനൊരു സാറിന്റെ ചെറിയ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കണം, സാർ ഒരാളെ വീട്ടിൽ ശബരിമലയിൽ ഒരു വിഗ്രഹപ്പാള് കൊണ്ടുവരുന്നു. അങ്ങനെ വരുമ്പോ ഇപ്പൊ നമ്മളെ വീട്ടിലാണെങ്കിൽ ഇപ്പൊ എത്ര ഉന്നതനോ ആവട്ടെ, എത്ര ചെറിയ ഒരാളിന്റെ വീട്ടിലോ ആവട്ടെ, സാമാന്യ ഒരു ചെറിയ ഇപ്പൊ എന്റെ വീട്ടിലാണ് ഇങ്ങനെ ഒരു വിഗ്രഹപ്പാള് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ദ്വാരപാള് കൊണ്ട് ഞാൻ അപ്പൊ തന്നെ സർക്കാരിനെ പോലീസിനെ അറിയിക്കുന്ന ഇദ്ദേഹം എന്റെ വീട്ടിൽ ഇങ്ങനെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്. ഇത് സർക്കാർ അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടാണോ എന്ന് നമ്മൾ ചോദിക്കും. ഇത് പോകുന്ന വഴിക്ക് ജയറാമിന്റെ വീട്ടിന്റെ അകത്ത് കയറാൻ എന്താ ശബരിമല അയ്യപ്പൻ ജയറാമിന്റെ അമ്മാവനാണോ അല്ലെങ്കിൽ വിഗ്രഹപ്പാളി ജയറാമിന്റെ കൊച്ചിച്ചനാണോ? ഞാൻ സ്വയം ജയറാമിന്റെ ഒരു ആരാധകനാണ്. അദ്ദേഹം പറയുന്ന ആ തമാശകളൊക്കെ വളരെയധികം ആസ്വദിക്കുന്ന, സിനിമകളിലെ ഡയലോഗുകളും ആക്ഷനിലും ഒക്കെ ആസ്വദിക്കുന്ന ഒരാൾ. ജയറാമിന്റെ ആരാധകൻ തന്നെയാണെന്ന് ഞാൻ തുറന്നു സമ്മതിക്കുന്നു. അതിൻ്റെ ഒരു പ്രെജുഡിസ്, ഒരു മുൻവിധി എനിക്കുണ്ടാവാം. എങ്കിലും ഞാൻ അദ്ദേഹത്തെ അഭിമുഖം ചെയ്തിട്ടുമുണ്ട്. അഭിമുഖം സെറ്റിൽ വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വരിക സത്യസന്ധനായിട്ടുള്ള തുറന്ന മനസ്സുള്ള ഒരാളാണ് അദ്ദേഹം. ഒരു കള്ളത്തരമുള്ളവനായിട്ട് ചോദിച്ചില്ല. നമ്മുടെ വലിയ അദ്ദേഹത്തിൻ്റെ സൂപ്പർ സ്റ്റാർ പദവിക്കൊക്കെ എതിരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും വളരെ സൗമ്യമായിട്ട് ആ ചോദ്യങ്ങളെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒരു തമാശയായിട്ട് അതിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന വിശാല ഹൃദയനായിട്ടൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഏത് വിശാല ഹൃദയനെയും പ്രലോഭിപ്പിക്കുന്ന ഒന്നാണ് പണം, ധനം എന്ന് പറയുന്നത്. കനകം മൂലം കാമിനി മൂലം കലഹം പലതരം ഉലകിൽ സുലഭമെന്നാണല്ലോ പറയുന്നത്. അതിൽ ഈ കാമിനി ഒരു കലഹവും ഉണ്ടായിട്ടില്ല. അവരുടെ ദാമ്പത്യത്തിലും വളരെ സുന്ദരമായിട്ടൊരു ജീവിതമാണ് നയിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്, പാർവതിയുമായിട്ടുള്ള. അപ്പോൾ കാമിനിയല്ല, പക്ഷെ കനകം പ്രലോഭിപ്പിക്കാത്ത ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ അങ്ങ് ദേവസ്വം മന്ത്രിയുള്ള വരെയുള്ള ആൾക്കാരെ കനകം പ്രലോഭിപ്പിക്കുന്നു. കനകം എന്ന് പറഞ്ഞാൽ ധനം. ഈ ധനമെന്ന് പറയുന്നത് പ്രബലമായ സ്വാധീനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ലിബറൽ സൊസൈറ്റിയിൽ, മുതലാളിത്ത സമൂഹത്തിൽ മാറിയിട്ടുണ്ട്. ഏറെക്കാലമായി അതങ്ങനെയാണ്. പണമുണ്ടോ നിങ്ങൾക്ക് വിലയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പിണം തന്നെയാണെന്നുള്ള പറയുന്ന കാര്യം സത്യമാവുന്നു ഇപ്പോഴും. അപ്പോൾ കൂടുതൽ പണമുണ്ടെങ്കിൽ കൂടുതൽ ക്ലൗഡ്, അങ്ങനെ ഒരു രീതിയിലേക്ക് പോയിരിക്കുന്നു. അടുത്ത കാലത്തായിട്ട് ജയറാമിന്റെ സിനിമകളുടെ എണ്ണം കുറവാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആനയുണ്ട്, പശുക്കളുണ്ട്, തൊഴുത്തുണ്ട്, ഇതെല്ലാം ഉണ്ട്. തൊഴുത്തിൽ കുത്തു മാത്രമാണ് ഇല്ലാത്തത്. അപ്പൊ ഈ പണത്തിന് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ അപ്പൊ തീർച്ചയായിട്ടും പണം ആവശ്യം വരും. സിനിമാ ഷൂട്ടുകൾ കുറവാണ്. അമ്പലത്തിൽ പോയിട്ട് അദ്ദേഹം ചെണ്ട കൊട്ടുന്നുവെങ്കിൽ അദ്ദേഹം മാരാർ സമുദായത്തിന്റെ ആളല്ല, തമിഴ് ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ട ആളാണ്. നമ്മളെ നല്ല മിടുക്കനായ നടനുമാണ്. അപ്പോൾ ഈ ഷൂട്ടിൽ നിന്നുള്ള വരുമാനം ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു, സിനിമകൾ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ വേറൊരു വഴി അദ്ദേഹം സ്വാഭാവികമായിട്ടും തേടുന്നതിൽ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഇദ്ദേഹം അമ്പലങ്ങളുടെ വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയാണ്. ഏത് മേളത്തിനും മേളപ്രമാണിയായിട്ട് വരെ അമ്പലങ്ങൾ ക്ഷണിക്കാറുണ്ട്. അങ്ങനെ ഭവ്യതയും ഭക്തിയും ഒക്കെ അദ്ദേഹം കാണിക്കാറുണ്ട്. പക്ഷേ ഇതിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയോ എന്നുള്ള കാര്യം, അദ്ദേഹത്തിന് ചുവട് പിടിച്ചോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ SIT ഇത് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ SITക്ക് എന്തോ ബോധ്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അതിനടിസ്ഥാനപരമായിട്ട് തെളിവുകളുണ്ടെന്ന്. സംശയത്തിന് അതീതനാകട്ടെ അദ്ദേഹം, അഗ്നിശുദ്ധനായിട്ട് പുറത്തു വരട്ടെ ആരാധകർക്ക്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആരാധനയുടെ ആ തീവ്രത കൂടട്ടെ, അതേ ഞാൻ പറയുന്നുള്ളൂ.